എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടോ? അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ഇടാൻ ഇങ്ങനെ ഇരുന്നല്ല വ്യൂസ് ഇല്ലാന്ന്. അപ്പം മായ വന്ന് പറയും ചേച്ചി എന്നും വീഡിയോ ഇടണേ. അപ്പം അതിൻ്റെ താഴെ വന്ന് ദിയേയും പറഞ്ഞ ആ സത്യം. അപ്പം ഞാൻ ചിന്തിച്ച് ഇന്നും നമ്മുടെ ഒരു ഇതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ പറയുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞു വീഡിയോ ആണെങ്കിലും എന്നത്തെ എൻ്റെ എന്നും കാണിക്കുന്ന പോലെ ആണെങ്കിലും ബോറില്ലാതെ ഇങ്ങനെ കാണുന്ന കുറച്ച് പേരുണ്ടല്ലേ. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെയൊക്കെ നല്ല ബിസിയായിരുന്നു, വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ പുറകാലേ വരുന്നുണ്ട്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്നവർ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്കിലൂടെ ഒന്ന് ബിജി സന്തോഷിൽ പോയെന്ന് നോക്കണേ. ബിജി സന്തോഷ്. ഞാനൊരു പേജ് എനിക്കുണ്ട്, അതിലധികം ആളില്ല. ബ്യൂട്ടിഫുൾ ലൈഫ് എന്നാൽ അതിലധികം ഫോളോവേഴ്സേ ഇല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോകൾ അതിലും ഇടുന്നുണ്ട്. പിന്നെ ഈ ബിജി സന്തോഷിലാണ് ഇടുന്നത്. മായ വന്നെന്നും കമൻ്റ് ഇടുന്നുണ്ട്. സന്തോഷമുണ്ട്. താങ്ക് യു മായ. പിന്നെ മിന്നു ജോബി ഇപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോഴാണ് മിന്നു ജോബി അറിഞ്ഞത്. അവളും വന്നെന്നും കമൻ്റ് ഇടുന്നുണ്ട്. കമൻ്റ് മീൻസ് ഒരു ലൈക്ക് ആയാലും അടിച്ചാൽ മതി, ഫോളോ ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഇത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ അതിൽ ഫോളോ ഇതിൽ ചെയ്യുമ്പോൾ ഫോളോ ആവും. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു. പ്രീസമോന് 11-ാം തീയതി തൊട്ട് എക്സാമാണ്. അതിൽ അവൻ്റെ പുറകെ ഇരിക്കണം. വൈകിട്ട് സമയം ഇപ്പോൾ ഒട്ടും കിട്ടുന്നില്ല. അവനേക്കാൾ ടെൻഷൻ നമ്മക്കാണ്. ഇവന്മാരടുത്ത് ഇപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഇങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പഠിക്കത്തില്ല. അവിടെ ഇങ്ങനെ ഇരിക്കും ആലോചിച്ചൊക്കെ. ഭയങ്കര അവരൊക്കെ ആലോചന, ഇന്ന് ചോറും കറിയും വെക്കുന്നത്, അങ്ങനെയൊക്കെയാണ് അവരുടെ ആലോചന. നമ്മൾ കൂടെ കുത്തിയിരിക്കണമെന്നല്ലേ. എന്നാൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പഠിച്ചിട്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുമല്ലേ, പിന്നെ വന്ന് ചോദിച്ചാലൊക്കെ മതിയല്ലേ. ഇതതുപോലെ നമ്മൾ കൂടെ ഇരിക്കണം. അതാ കുഴപ്പം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ, ഇന്ന് എൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് നിങ്ങളത് കാണണേ. ഞാനും സർപ്രൈസായി പോയി. റീച്ചാൻ വിളിച്ചൊരു പറച്ചിൽ ഇതാ നോക്ക് കേട്ടോ. അന്നേരേ ഞാനേ ഇന്നലെ വീഡിയോ രാത്രിയിൽ എക്സ്പോർട്ടിങ് ഇട്ടില്ല. സാധാരണ എന്നും രാത്രി എക്സ്പോർട്ടിങ്ങിൽ ഇട്ടിട്ട് രാവിലെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഞാൻ ചെയ്തില്ല. ഇത്തിരി ബിസിയൊക്കെ അങ്ങ് ആയിപ്പോയി. പിന്നെ അതൊന്നുകൂടെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രി ഞാൻ നോക്കണേ എനിക്കൊരു കമൻറ്റ് വന്നു. അപ്പോൾ ആ കമൻറ്റിൻ്റെ റിപ്ലൈ ഞാൻ ഇന്ന് തന്നില്ലെങ്കിലേ അതുപോലെ വാല്യൂബിൾ, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടുണ്ടേ, ഞാൻ ഇന്ന് അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മറന്നുപോയാൽ അതൊരു വിഷമമല്ലേ. ഞാൻ പറഞ്ഞില്ലേ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് വിഷമമുണ്ടല്ലോ. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ മതി, കമൻറ്റിൽ കിടപ്പണ്ട. അത് വിജി വിഷമിക്കണ്ട, ഞാൻ 10 പ്രാവശ്യം കാണും, റിപ്പീറ്റ് അടിച്ച് കാണും, അന്നേരം വ്യൂസ് കൂടത്തില്ലേ. എല്ലാവരും അതുപോലെ ചെയ്താൽ മതി. എല്ലാവർക്കും സമയമുള്ളവരല്ലേ, എല്ലാവരും അങ്ങനെ ചെയ്താൽ വ്യൂസ് കൂടുമോന്നൊന്നും എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയത്തില്ല. എന്നാലും ആ മനസ്സേ, മറ്റൊരാളെ സഹായിക്കാനുള്ളൊരു മനസ്സ് ചുരുക്കം ചിലർക്കേ കാണത്തുള്ളൂ. ഇപ്പം നമ്മളൊരു ചാനലിലാണെങ്കിലും ചെന്ന് എന്നെയും കൂടെ ഒന്ന് സബ് ചെയ്യണേ, എന്നെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേന്ന് പറഞ്ഞാൽ ചുരുക്കം അവർക്കൊന്ന് ഫോളോ ചെയ്താൽ എന്താ, അവരുടെ ഒന്നും വ്യൂസും പോകത്തില്ല, ഒന്നും പോകത്തില്ലേ. അങ്ങനെ ചിലർ ചെയ്യും, ചിലർ ചെയ്യത്തില്ല. അങ്ങനെയാണ്. പിന്നെന്താ, അത് പറയാൻ വന്ന കേട്ടോ സ്മൈലേ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. എന്നെ സ്നേഹിക്കുന്ന ചുരുക്കം കുറച്ച് പേര് ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം. താങ്ക് യു കേട്ടോ. പറഞ്ഞ എല്ലാവർക്കും, മായ പറഞ്ഞു, ദിയ പറഞ്ഞു, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി പേര് പറയാത്തവർക്കും മനസ്സിലിങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്, കമൻ്റ് ഇട്ടില്ലെങ്കിലും അങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാലും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരൊക്കെ എൻ്റെ ചാനലിലുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഈ 3 പേര് ഇട്ടതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ തന്നെ കേട്ടോ. അങ്ങനെ അവരാരും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് ഞാനിപ്പോൾ പിറ്റേന്നാണ് ഇത് പറയുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ.
രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് അലാറം വെക്കും. അലാറം ഓഫാക്കിയിട്ട് ഉടനെ അവിടെ ഇരുന്ന് ഇച്ചിരി നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും. കാരണം ദൈവം നമുക്ക് രാവിലെ രാത്രിയിൽ നമ്മളെ കാത്ത് പരിപാലിച്ച് ഒരു പുതിയ ദിവസം തന്ന് അപ്പോൾ അതിന് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബലത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ പോകും. അടുക്കളയിൽ പോയി ഉടനെ നമ്മൾ പാല് കാച്ചാൻ വെക്കും. പിന്നെ ചായക്ക് വെള്ളം വെക്കും. പിന്നെ പാല് തിളയ്ക്കുന്നുണ്ടെങ്കിൽ കൊച്ചിന് കോഫി എടുക്കും. ഇപ്പം രാവിലെ കുടിക്കാറില്ല. അവന് പിന്നെ വൈകിട്ട് വന്നിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇഡലിയാണെങ്കിൽ ഇഡലി അതെടുത്ത് അടപ്പത്ത് വെച്ചിട്ട് അവൻ്റെ പാല് റെഡി ആവുന്നുണ്ടെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേക്കിന് അവനെ വിളിക്കും. അത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ടിഫിനൂടൊക്കെ തയ്യാറാക്കി റെഡിയാക്കി അവൻ്റെ വെള്ളമൊക്കെ നിറച്ച് പിന്നെ ടിഫിനും തയ്യാറാക്കി ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു സമാധാനം. അവന് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കട്ടിലേ എടുത്തിടും. അപ്പോഴത്തേക്കും ഡ്രസ്സ് ഇടും. പിന്നെ ചെന്ന് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അവൻ പപ്പായുടെ ഫിംഗർ ആണ് പാസ്വേഡ്. ഇവൻ ഉറങ്ങിക്കിടക്കുന്ന പപ്പായുടെ കൈ പിടിച്ച് തള്ളവിരലും കൊണ്ട് ആ മൊബൈലേ ഞെക്കിപ്പിച്ചിട്ട് ഇരുന്ന് ചിലപ്പോൾ ഗെയിം കളിക്കും. ഞാൻ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പാത്ത് വെക്കും. അപ്പം ഞാൻ കിടന്ന് ഇങ്ങനെ ചിലക്കണം, ഏട്ടാ സോക്സ് ഇടടാ സോക്സ്. എനിക്കറിയാം ഇവൻ. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തോ ചെയ്യുന്നോ പപ്പായുടെ മൊബൈൽ ഞാൻ കൊണ്ട് അടുക്കളയിൽ വെക്കും. അത് ഇവന് കളിച്ച് കഴിഞ്ഞിട്ട് അത് തോക്കുവാണെങ്കിൽ പിന്നെ നിരാശയോടെ കരഞ്ഞുകൊണ്ടായിരിക്കും സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് രാവിലെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ. ലോക്ക് ഇട്ടേക്കുന്നത് ഇവനറിയാം. പപ്പായുടെ കൈ പിടിച്ച് ഉറങ്ങിക്കിടക്കുന്ന പപ്പായുടെ കൈ പിടിച്ചിട്ട് അവൻ്റെ വേന്ദ്രത്തര നോക്കിക്കണം. വിരലിട്ട് അതേ പാസ്വേഡ് ചെയ്യിപ്പിച്ചിട്ട് തുറക്കും. പിള്ളേരുടെ കാര്യം. പിന്നെ അവന് തലയൊക്കെ ചീവി ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പിന്നെ ചായയൊക്കെ ഒന്ന് അരിച്ച് പിന്നെ ഡാഡിക്ക് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ 1 ലിറ്റർ പാൽ വാങ്ങിക്കുന്നത് രാവിലെ ചായക്കുള്ള പാല് നമുക്ക് കാണും. പിന്നെ രാവിലെ ഈ 6 മണിക്ക് കൊണ്ടുവരുന്നത് വെച്ചിട്ട് അത് വൈകിട്ട് പിറ്റേന്ന് രാവിലത്തേക്കിനും കാണും. അങ്ങനെയാണ് രാവിലത്തെ എല്ലാവരുടെയും കഴിഞ്ഞ് പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇഡലിയും സാമ്പാറും കഴിക്കാൻ പോട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. ഞാനിപ്പോൾ ഈ രാവിലെ തന്നെ കഴിച്ചില്ല. ഞാനത് കഴിഞ്ഞ് ഇവനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങളും മൊബൈലിലെ കാര്യങ്ങളും വീഡിയോയുടെ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു 8:30 കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എല്ലാവരും എന്തോ പറയുന്നു, എന്തൊക്കെയായി വീട്ടിലെ ജോലികൾ. അപ്പം ഞാൻ ചപ്പാത്തിക്ക് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക. അതായത് വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടെ. അപ്പം വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തു. വെണ്ടയ്ക്ക റെഡി. ഇങ്ങനെ വട്ടത്തില, ചിലപ്പോൾ വട്ടത്തി അരിയും, ചിലപ്പോൾ അല്ലാതെ അരിയും, കീറി അരിയും. പിന്നെ അതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങും കൂടെ ഇട്ട് അപ്പം നല്ലതാണ്. ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറും. സവാളയിട്ട് രാവിലെ ഇതങ്ങ് അടപ്പത്തിട്ടിട്ട് ബാക്കി ജോലികൾ ചെയ്യുന്ന ഉടനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയല്ലേ. ഇത് ഇത്തിരി മുരിഞ്ഞ് വരാൻ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഇതങ്ങ് ആരംഭത്തിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഒരു 1/2 കിലോ പിന്നെ വെണ്ടയ്ക്കയ്ക്ക് ഇതുപോലെ 2 ഉരുളൻകിഴങ്ങ്, ഒരെണ്ണം ഞാൻ ക്ലീൻ ചെയ്ത് ഒരു ചെറിയ സവാളയാണ്, 2 സവാള. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കുന്ന നേരത്ത് കാണിക്കാമേ. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വരട്ടെ. ഒരു കുഴപ്പമില്ലായിരുന്നു. അകമേ കണ്ടോ അങ്ങനെ കറുപ്പ് നോക്കട്ടെ. ചില ഉരുളക്കിഴങ്ങ് അങ്ങനെ പുറമേ ഒരു കുഴപ്പം കാണത്തില്ല. അകം നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അകം. അകത്ത് ഇത്തിരി കുഴപ്പമില്ല, ഇച്ചിരി എടുത്ത് കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പം ഇതൊരു സാറ്റർഡേ ദിവസമായിരുന്നു. പോൾമോൻ ഇവിടെ ഉണ്ട്. അവനവിടെ നിന്ന് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രൈസിന് സാറ്റർഡേ സ്കൂളുണ്ടായിരുന്നു. കാരണം പിന്നെ ഒരു ദിവസം എങ്ങാനും അവധി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് സ്കൂൾ വെക്കും. പിന്നെ ഇനി എക്സാം കൂടെ വരുമല്ലേ, അതുകൊണ്ട് ചില സാറ്റർഡേ ഇപ്പോൾ അവർ വെക്കുന്നുണ്ട്. സാറ്റർഡേ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പം തന്നെ പ്രൈസും പറയും ഒരു ദിവസവും ഈ ആഴ്ച. കാരണം സൺഡേയിലും അവധി ഇല്ലല്ലോ. സൺഡേയിൽ 8 മണിക്ക് ഇവർക്ക് സൺഡേ സ്കൂൾ ഓൺലൈൻ ഉണ്ട്. അപ്പം രാവിലെ അവൻ എണീറ്റിട്ട് പിന്നെ ഇനി വന്ന് പിന്നെ പ്രെയറൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു സമയമാവും. പിന്നെ കളിക്കാനൊക്കെ വൈകിട്ടെങ്ങാണ് ഒരു ഇച്ചിരി കിട്ടും, അതേ ഉള്ളൂ. സാറ്റർഡേ ആകുമ്പോഴേ അവനിരുന്ന് മോങ്ങൽ തുടങ്ങും. അവരുടെ പോർഷനൊക്കെ തീർന്നതാണ്. ചുമ്മാ അവരിങ്ങനെ പേരിന് വേണ്ടി വിളിപ്പിക്കുന്നതാണ്. എക്സാം എടുക്കാറായി,
അവൻ്റെ പോഷൻ മിക്ക സബ്ജക്റ്റിൻ്റെയും പോഷൻ ഈ സാറ്റർഡേ അങ്ങോട്ട് ഒരു ദിവസം വിളിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടെ ഉള്ളത് അല്ലാണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കുള്ള മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നയാ, അഥവാ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേ, നല്ലേ. ഓക്കെ, ഓണാക്കാതാ അരിയെല്ലാം ഇട്ടതും എല്ലാം ചെയ്തേ. എന്നോട് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു ആൻറ്റി ചോദിക്കുക, എനിക്ക് പിന്നെ എൻ്റെ ചാനലിലും വന്ന് കമൻ്റ് ഇടുന്ന ആൻറ്റിയാണ്, ബോംബെയിലുള്ള ആൻറ്റിയാണ്. ബിജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് എന്നോട് വോയിസ് ഓവർ ഇങ്ങനെ ഇടും. വോയിസ് ഓവർ ഇടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ബിജിക്ക് അച്ചാർ എങ്ങനെ മുതലാവും ബിജി, വെളുത്തുള്ളിക്കൊക്കെ എന്താ വിലയാന്ന്. സത്യം, വെളുത്തുള്ളി ഇടയ്ക്കൊന്നിച്ചിരി ഒന്ന് കുറഞ്ഞായിരുന്നു, ഇപ്പം വീണ്ടും 1/4 കിലോ 75 രൂപ. നല്ല വെളുത്തുള്ളി വേണേ, അല്ലാതെ ഈ പീഞ്ഞാണി അതില്ല ചൊക്കി ഇരിക്കുന്നതാണെങ്കിൽ 60 65 അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ നമ്മൾ അച്ചാർ ഇത്രയും ചേർക്കേണ്ടി മുതൽ ചേർക്കാൻ നമുക്ക് അച്ചാറിടാൻ പറ്റത്തില്ലല്ലേ. അച്ചാറിൻ്റെ വില ചോദിക്കുമ്പോൾ ആൾക്കാർ ഇത്രയും വില എന്ന് പറയും, അയ്യോ ഇത്രയും വിലയാണെന്നൊന്ന് മനസ്സിൽ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ സാധനങ്ങളുടെ വിലയും നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ വെച്ച് നോക്കുമ്പം ഞാൻ ഈ ഇടുന്ന റേറ്റ് ചില നാട്ടിലത്തെ അച്ചാറുകളുടെയൊക്കെ റേറ്റ് വെച്ച് നോക്കുമ്പം എൻ്റെ അത്ര വലിയ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കറിവേപ്പില വരെ പൈസ കൊടുത്താണ് വാങ്ങിക്കേണ്ടത്. നാട്ടിലൊക്കെ ആകുമ്പം കറിവേപ്പിലയൊക്കെ അയ്യത്ത് കാണുമല്ലേ. ഇപ്പോൾ എനിക്ക് എല്ലാം നമ്മൾ വില കൊടുത്തല്ലേ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അച്ചാറിൻ്റെ വില എടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാകുമ്പോൾ അതനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്നൊന്നും പറയാം. പക്ഷേ ഇതേ ആൾക്കാർ വെളിയിൽ പോയി കടയിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഉടനെ അവരെന്തു വന്നാലും അത് നോക്കിയിട്ട് അവിടെ ബാർഗിൻ ചെയ്യത്തില്ലേ. അപ്പോൾ ഞാനന്നേരം പറഞ്ഞ ആൻറ്റി എന്തോ ചെയ്യാനാ, നമ്മൾ ചെയ്യേണ്ടുന്നതും ചേർക്കേണ്ടതും മുതൽ നമ്മൾ ചേർത്താലല്ല ഒക്കത്തുള്ളൂ. ഒരിടയ്ക്കൊരിച്ചിരി ഒന്ന് കുറഞ്ഞായിരുന്നു, വീണ്ടും കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം 200 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങിക്കുവാണെങ്കിൽ അത് നമുക്ക് അവർ അറിഞ്ഞുകൊണ്ട് നമുക്ക് തരത്തില്ല. നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കുമ്പം 1 രൂപയ്ക്ക് കാന്ത. അത് ഞാൻ തൂക്കി നോക്കിയോണ്ടേ 400 ഗ്രാം സവാളയുണ്ട്. കാന്തയെന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 1 കിലോ സവാള കിട്ടും. 1 കിലോ അല്ല, 1 രൂപയ്ക്ക്. അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കും 200 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിക്കുവാണെങ്കിൽ അവർ ബോണസായിട്ട് അത് തരത്തില്ല, നമ്മളത് ടിക്ക് മാർക്ക് ചെയ്യണം അത് വേണമെന്നുള്ളത്. നമുക്കിങ്ങനെ ലിസ്റ്റ് വരുമല്ലേ, 1 രൂപയുടെ സവാള അങ്ങനെ, എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പം 1 രൂപ ഇപ്പം ഒരു അത്രയും സവാള കിട്ടിയാൽ നമുക്കൊരു ദിവസം ഉപയോഗിച്ചുകൂടെ. അങ്ങനെയൊക്കെയുള്ള ചില ട്രിക്കുകൾ നമുക്ക് ഈ ബോംബെയിലുണ്ട്. ചിലപ്പം ബ്രെഡൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുവരുന്ന ബ്രെഡ് 50 രൂപ, സെയിം ബ്രെഡ് 35 രൂപയ്ക്ക് നമുക്ക് അത് അവിടെ കിട്ടും. ഫ്ലിപ്കാർട്ട് ചിലപ്പോഴേ ഞങ്ങളുടെ ഈ ഏരിയയിൽ റീച്ചാൻ്റെ ഓഫീസിൽ എപ്പോഴും ഉണ്ട് ഡെലിവറി. പിന്നെ മാഗി ഉണ്ടല്ലേ, മാഗി ഒരു പാക്കറ്റിന് 15 രൂപയാണ്. നമ്മളിങ്ങനെ 12 എണ്ണം ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര രൂപയാണ്. കഴിഞ്ഞ ദിവസം റീച്ചാന് 12 എണ്ണം 10 രൂപയുടെ കണക്കിലാണ് കിട്ടിയത്, 120 റുപ്പീസിന്. ചില സമയത്ത് ഇങ്ങനെ സ്കീം ഇവരുടെ കാണുമേ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ഒത്തിരി ലാഭം ഇങ്ങനെ ഈ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാം, ജിയോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. ഇവിടെ ആഴ്ച ഒരു ദിവസം മാഗിയാണല്ലേ. അപ്പം ഞാൻ ഈ ഞങ്ങളുടെ കടയിൽ നിന്നായിരുന്നു നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്ന കടയിൽ നിന്നായിരുന്നു ഫോൺ ചെയ്ത് വാങ്ങിക്കുന്നത്. അത് 15 രൂപ തന്നെ, 1 രൂപ പോലും കുറയത്തില്ല. പക്ഷേ ജിയോ മാർട്ടിലും ഇവിടെയൊക്കെ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ 10 രൂപയ്ക്ക് നമുക്ക് ചില സമയത്ത് കിട്ടും. അപ്പം മീനൊക്കെ ഇവിടെ വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടത് കറിവേപ്പില അങ്ങ് വെന്തുപോയി, ചൂടോടിട്ടതല്ലേ, അപ്പോൾ കറിവേപ്പിലയൊക്കെ അങ്ങ് ഇതായിപ്പോയി. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അന്നേരം ഇനിയും കാണിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. ഞാനന്ന് വൈകിട്ട് റീച്ച വന്നുകൊണ്ടേ പാളയംകോടൻ പഴം കൊണ്ടുവന്നായിരുന്നു. ഞാൻ ചിന്തിച്ചെന്നാൽ രാത്രി ഞാൻ ഇച്ചിരി നമ്മുടെ ചോളം പൊടി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന്. എന്നാൽ റീച്ച വന്നിട്ട് പ്രീസിനെ കൊണ്ട് താഴെ പോയി, അത് നേരത്തെ വന്നായിരുന്നു, താഴെ കളിക്കാൻ പോയി. അപ്പം ഞാൻ പുട്ടടപ്പത്ത് വെച്ചിട്ട് ഇവിടെ എഡിറ്റിങ്ങിന് വന്നിരുന്നു. റീച്ചാൻ കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്തുവാ നാണ്ട് എല്ലാം വെളിയിൽ വന്നെന്ന്. ഞാൻ അന്നേരം ചിന്തിച്ച്, വെളിയിൽ വരാനായിട്ട് എന്തുവാ വെളിയിൽ വരുന്നത്. ഞാൻ ചിന്തിച്ച് ഇനിയും ഈ ആവി വരത്തില്ലേ അതിനായിരിക്കും ഈ പറയുന്നതെന്ന്. ഇവർ അങ്ങനെയൊക്കെ ഇതൊക്കെ വലിയതായിട്ട് പറയുമെന്നുള്ള രീതിയിൽ ഞാൻ ചെന്ന് നോക്കിയുണ്ടേ, ഞാനും അന്തം വിട്ടുപോയി.
പുട്ട് കണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതെന്തോ പറ്റിയെന്നറിയാമോ? ഞാൻ അന്നേരം അന്ന് റവ, ഞാൻ പറഞ്ഞ റവയ്ക്ക് പകരം വേറൊരു സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന്. അതൊരു മില്ലറ്റായിരുന്നു. അത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഈ ചോളപ്പൊടിയുടെ കൂടെ ഒരു സ്വല്പം അതുകൂടെ ഇച്ചിരി ഇച്ചിരിച്ചിട്ട് അതൊക്കെ തീർക്കാമെന്നും പറഞ്ഞ് അതും ഇട്ട്. എനിക്ക് തോന്നുന്നു അത് ആവി കയറിയുണ്ടേ അതങ്ങ് വീർത്തതാണ്. അതിങ്ങനെ മേലെ ഓവർഫ്ലോ ആയതാ. ഞാനും ചിന്തിച്ചത് എന്തോ പറ്റിയെന്ന്. നിങ്ങളൊന്ന് കാണേ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയായിരുന്നു. വെച്ചാൽ ഇങ്ങനെ പാളയംകുടം പഴം കൊണ്ടുവന്ന് അത് ഞാനെല്ലാം ഒന്ന് എടുത്ത് വെച്ച്, എന്നിട്ട് ഞാൻ പുട്ട് വെച്ചത് വേണ്ട കണ്ടോ, അതിങ്ങനെ മണ്ടലിങ്ങനെ. ഞാൻ ചിന്തിച്ച് സീലിങ്ങിൽ പോയി ചുമ്മാതെ പോയി തട്ട് വന്ന് മുട്ട് വന്ന്. എനിക്കങ്ങ് വെപ്രാളമായിപ്പോയി. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് തീ ഓഫാക്കിയിട്ട് അങ്ങ് തട്ടിയിട്ടാണ് കണ്ടില്ലേ മുറിഞ്ഞു പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോണോ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.